ഒറ്റപ്പെടുത്തലല്ല, കരയിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ നിന്നെ മെഴുകിച്ചിട്ട് ഇവിടുന്ന് വിടത്തുള്ളൂ. ഇതാരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഡയലോഗ് കേട്ടതായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ജയിലിലേക്ക് പോയാൽ മതി. അവിടെ ജാസ്മിൻ ജിൻഡോ പ്രശ്നം നടക്കുന്നു. ജിൻഡോയെ ജാസ്മിൻ അടിക്കുന്നു. ആ നിലവിളിയും ജാസ്മിന്റെ ആക്രോശങ്ങളെല്ലാം കേട്ട് കിടപ്പിലുള്ള കണ്ടസ്റ്റന്റുകളെല്ലാം കൂടി ജയിലിന്റെ അടുത്തേക്ക് വരുന്നു. അടികൊണ്ടത് ജിൻഡോ, അടിച്ച ആള് ജാസ്മിൻ. പക്ഷെ അവിടെ എല്ലാവരും ചേർന്ന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്നു. അപ്പൊ ജിൻഡോ അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാവരും ചേർന്ന് എന്നെ ഈ വീട്ടിൽ കോർണർ ചെയ്യുന്നു, ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുന്ന് ഔട്ട് കൊടുക്കാനുള്ള ശ്രമം എന്ന് ജിൻഡോ കിടന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതും നോർമലായിട്ട് പതിഞ്ഞ സൗണ്ടിലാണ് പറയുന്നത്. അത് കേട്ടപ്പോഴാണ് കാലി തുള്ളിക്കൊണ്ട് സിജോ പറയുന്ന ഈ ഡയലോഗാണ്, ഒറ്റപ്പെടുത്തലല്ല, കരയിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ നിന്നെ മെഴുകിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്ത് വിടത്തുള്ളൂ. അപ്പോ ഈ സീസൺ 6 തുടങ്ങി 16ാമത്തെ ദിവസം ആണെന്ന് ഓർമ്മയുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു 16ാമത്തെ എപ്പിസോഡിലാണ് റോക്കി ഈ സിജോയെ പഞ്ച് ചെയ്തിട്ട് റോക്കി ഔട്ടാകുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം അങ്ങനെ സിജോ ഹോസ്പിറ്റലിലേക്ക് മാറുന്നു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. ഇപ്പോഴാണ് വൈൽഡ് കാർഡിൽ റീ എൻട്രി വന്നിട്ടുള്ളത് അല്ലെ. അന്ന് റോക്കി സിജോയെ അടിച്ചപ്പോൾ പ്രേക്ഷകർ മൊത്തം സിജോയ്ക്കാണ് സപ്പോർട്ട്. നീതി കിട്ടേണ്ടത് സിജോയ്ക്കാണ്. അത് നമ്മൾ ഈ നീതി, ന്യായം, മനുഷ്യത്വം, മാനുഷിക പരിഗണന, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കണം, ഈ അടികൊണ്ടവന് നീതി കിട്ടണം എന്ന് നമ്മൾ എല്ലാവരും അത് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അതേ അടികൊണ്ട സിജോയാണ്, ഈ സിജോയ്ക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഈ സിജോ വൈൽഡ് കാർഡായിട്ട് വന്നപ്പോൾ അടിച്ചത് ജാസ്മിനും അടികൊണ്ടത് ജിൻഡോയും. അപ്പൊ പറയണം നിന്നെ മെഴുകിച്ചിട്ടേ വിടുള്ളൂ എന്നുള്ളത്. സിജോ ആരാണ്? ശരിക്കും പറഞ്ഞാൽ സിജു ആരാണെന്നാണ് സിജോന്റെ വിചാരം? തീപ്പൊരിയായിട്ട് റീ എൻട്രിയിൽ പറയുന്നത് കേട്ടല്ലോ, തീപ്പൊരിയായിട്ട് വന്നു, ഞാൻ പോകേണ്ടി വന്നു, ഇപ്പൊ കാട്ടുതീയായിട്ടാണ് വന്നിട്ടുള്ളത്, കത്തിക്കും 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 എന്ന് മണ്ണാങ്കട്ടിയാണ് കത്തിക്കാൻ പോകുന്നത്. ഈ ജിൻഡോയെ പഴി വാങ്ങാനായിട്ട് വന്നതാണോ? അന്ന് ഞാൻ പറഞ്ഞ പോലെ, ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അന്ന് ഞാൻ പറഞ്ഞ പോലെ നിന്നെ മെഴുകിച്ചിട്ടേ വിടുള്ളൂ. അതായത് ജിൻഡോയും സിജോയും തമ്മിൽ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി. അതിനുശേഷം എനിക്ക് തോന്നുന്നു രതീഷ് എവിക്റ്റ് ആകുന്നതിന് മുൻപാണ്. അതിനുശേഷം ബാത്റൂമിന്റെ അവിടെ വന്നിട്ട് സിജോയും രതീഷും തമ്മിലുള്ള ഒരു തർക്കത്തില് പിന്നെ ജിൻഡോയും സിജോയും തമ്മിലാണ് ഒരു കൊമ്പ് കോർക്കൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അന്നത്തെ ഇപ്പൊ 16 ദിവസം മറ്റ് സിജോ നിന്നിട്ടുള്ളൂ. അതിനുശേഷം ഒരു 30 ദിവസം കഴിഞ്ഞിട്ടാണ് സിജോ വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി വരുന്നത്. അതിനുശേഷം ഇവിടുത്തെ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു ഇതെല്ലാം പുറത്തു നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വന്നത് 30 ദിവസം മുൻപുള്ള ആ ജിൻഡോ പറഞ്ഞതിനെ മനസ്സിൽ കൊണ്ട് നടന്ന ഈ ആന പകവയ്ക്കില്ലേ, ആന എന്തോ ഇവിടെ എന്തോ കൊരട്ടിലമക്കിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ വെച്ച് അമക്കി കൊണ്ടുവന്നിട്ട് ഇപ്പൊ പറയാ അടികൊണ്ടത് ജിൻഡോ, അടിച്ചവൾ ലേഡി ഗുണ്ട ആ ജയിലിനകത്താണ്. ജയിലിൽ ശരിക്കും പറഞ്ഞ ഈ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, ജയിലിൽ കിടക്കുന്നവരെ കുറ്റവാളികള്, എന്നിട്ട് അതിലും വേറെ ഗുണ്ടായിസ് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ആ പെണ്ണ് അവിടെ കിടന്ന് അട്ടഹസിച്ചുകൊണ്ട് ജിൻഡോയെ അടിക്കുക. ജിൻഡോ ഒന്ന് മറിഞ്ഞിരുന്നെങ്കിൽ, ഒരു കയ്യോ കാലോ ഒന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് അവിടെ ഭിത്തിയിൽ പോയി ഒട്ടി പടമായേനെ ആ പെണ്ണ്. അത് ചെയ്യാത്തത് ജിൻഡോന്റെ മാന്യത. എന്നിട്ട് ആ കിടപ്പിൽ അങ്ങനെ തന്നെ കിടക്കുന്നു. എല്ലാ എണ്ണവും ഇതിന് വന്നിട്ട് കുറെ കിടക്കുന്ന എല്ലാ എണ്ണവും ഉറക്കപ്പിച്ചിൽ വന്നിട്ട് ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആക്രോശിക്കുന്നവനാണ് ഈ പറയുന്ന സിജോ. കാട്ടുതീയായിട്ട് വന്നത്ര. എവിടുത്തെ കാട്ടുതീയാണ് ഇവൻ? അല്ല, എന്താ വിചാരിച്ചിരിക്കുന്നത്? 16 ദിവസം ഈ വീട്ടിനകത്ത് നിന്നവൻ അന്നുണ്ടായ പക ഈ 30 ദിവസം വെച്ച് അമുക്കിയിട്ട് ഇപ്പൊ റീ എൻട്രി വന്നിട്ട് ജിൻഡോയുടെ പ്രതികാരം ചെയ്യാൻ. അന്ന് ഞാൻ പറഞ്ഞ പോലെ നിന്നെ മെഴുകിച്ചിട്ടേ വിടുള്ളൂ എന്ന് സിജോ വിചാരിക്കുന്നത് സിജോയ്ക്ക് കുറച്ച് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ കാട്ടുതീയായിട്ട് വന്ന് കത്തിക്കും ഞാൻ കപ്പെടുക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ജിൻഡോ മനസ്സിലാക്കി. ജിൻഡോന്റെ പവർ എന്താണെന്നുള്ളത് വെളിയിൽ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് വന്നിട്ടുള്ളതാണ്. ജാസ്മിൻ ഗബ്രി ഇവര് ഫുള്ളായിട്ട് നെഗറ്റീവാണ്. അവര് നോക്കിയിരുന്ന കാര്യമില്ല. ഒരുപക്ഷെ കപ്പെടുക്കാൻ സാധ്യതയില്ല. കപ്പെടുക്കാൻ സിബിനും പുറത്തുപോയി. ഇനി കപ്പെടുക്കാനുള്ള സാധ്യത
ജിൻഡോയാണ്. അപ്പൊ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഈ അന്ന് എപ്പോഴോ നടന്ന ഒരു സംഭവം മനസ്സിൽ കൊരട്ടിലമ്മയ്ക്ക് ഇപ്പൊ പ്രതികാരമായിട്ട് വന്നിട്ട് മെഴുകിച്ചിട്ടേ വിടുള്ളൂ എന്നുള്ളത്. അല്ല, ഇത് ടാസ്കിനിടയിലോ രണ്ടുപേരും തമ്മിലുള്ള തർക്കത്തിനിടയിലോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് കേൾക്കാനൊരു ഇതെങ്കിലും ഉണ്ട്. ആയിക്കൊള്ളട്ടെ, ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വെച്ച സംഭവം തന്നെ വെച്ച് പെരുമാറുന്നു എന്ന് നമുക്ക് പറയാം. ഇത് പക്ഷെ അടിച്ചത് അവള്. ഈ ജയിലിൽ നമ്മൾ ഇത്രയും കണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്നവർക്ക് എന്താ പറയാ, നമ്മളെന്താ പൊട്ടന്മാരാണോ? നമ്മളിങ്ങനെ കാണുന്നു, അവള് ഓങ്ങി അടിക്കുന്നു, ജിൻഡോയെ അടിക്കുന്നു. എന്നിട്ട് ഇതേപോലെ അടികൊണ്ടവനല്ലേ ഈ എന്താണ് സിജോയ്ക്കല്ലേ ഇവിടെ എത്രയോ സ്റ്റിച്ചും 4 സ്ക്രൂവും 8, 9 പ്ലേറ്റും ഒക്കെ വെച്ചു എന്ന് പറഞ്ഞ് ഇപ്പോഴും പ്ലേറ്റ് എടുത്തിട്ടില്ല എന്നൊക്കെയല്ലേ അന്ന് റീ എൻട്രിയിൽ വന്നപ്പം പറഞ്ഞത്. ആ സിജോ ഇങ്ങനെയാണോ പറയേണ്ടത്? അറ്റ്ലീസ്റ്റ് അവിടെ എന്താ സംഭവം, കാര്യം എന്തെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം സിജോയ്ക്ക് വേണ്ടേ? തെറ്റുപറ്റി സിജോ നല്ലൊരു ഗെയിമറാണെന്ന് പ്രേക്ഷകർ ധരിച്ചതിന് സിജോ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ചെറ്റത്തരമാണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് മുൻപിൽ കാണിച്ചു കൊടുത്ത് വളരെ നന്നായി. കാരണം സിജോ വന്ന് ഈ 2-3 ദിവസം കൊണ്ട് തന്നെ സിജോന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇതേ സിജോ ഇങ്ങനെ അടികൊണ്ട് പോയപ്പോ പ്രേക്ഷകരെല്ലാം സിജോയ്ക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് പ്രതികരിച്ച പ്രേക്ഷകരുണ്ട്. അവരെയാണ് ഇന്ന് അടികൊണ്ട് ജിൻഡോയ്ക്കെതിരെ പഴയ പ്രതികാരവുമായി വന്നിട്ട് അടിച്ചവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടികൊണ്ടവനെ കോർണർ ചെയ്യുന്നത്. സിജോന്റെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കാതെ ആവശ്യമില്ലാത്തൊരു പ്രതികരണം, അല്ലെങ്കിൽ പിന്നെ അതാ എന്താണ് സംഭവം അറിഞ്ഞില്ലെങ്കിൽ പ്രതികരിക്കരുത്. അതിനെങ്കിലും ഒരു കോമൺ സെൻസ് കാണിക്കും അതിന് അവിടെ. അല്ലാതെ ചുമ്മാ കിടന്നും ഒരു കണ്ടന്റ് ജിൻഡോ ആണെങ്കിൽ തിരിച്ചു പറയില്ല എന്നുള്ള ഒരു കണ്ടന്റിന് വേണ്ടി എന്തും കാണിക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. പ്രേക്ഷകരാണ് സിജോനെ വിധി എഴുതേണ്ടതെങ്കിൽ സിജോ നീ അവിടെ ഒന്നുമല്ല, വെറും 0യാണ്. ഇന്നലത്തെ ആ ഒരു സംഭവത്തോടു കൂടി മനസ്സിലായി സിജോ ഒന്നുമല്ല, സിജോനെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഇതുപോലെ ജിൻഡോ തിരിച്ചു പറയില്ല എന്ന് പറയുന്നിടത്ത് സിജോയ്ക്ക് നാക്കുകൊണ്ട് പറയല്ലോ, നാക്കാണ് എന്റെ ടൂള്, ബുദ്ധിയാണ് എന്റെ ടൂള് എന്ന് സിജോ പറഞ്ഞിരുന്നല്ലോ, കത്തിക്കും ഞാൻ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു റീ എൻട്രിയിൽ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ജിൻഡോന്റെ ഒരു പ്രതികാരം മനസ്സിൽ കൊണ്ടുവച്ച് അതെന്റെ ബുദ്ധിയിൽ തന്നെ കിടക്കുന്നുണ്ട്, അത് ഞാൻ ഇങ്ങനെ തോണ്ടിയെടുത്ത് എന്റെ നാക്കായ ടൂൾ കൊണ്ട്, ഇതാണ് എന്റെ ആയുധം, അതുകൊണ്ട് ജിൻഡോനെ തകർക്കും. ഇതിനെ സിജോയ്ക്ക് കൊള്ളൂ. നേരെ ജവേ ജാസ്മിന്റെ അടുത്തൊന്നും പോലും പിടിച്ചു നിൽക്കാൻ സിജോയ്ക്ക് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി സിജോ. നീ ഇത്രയും ചെറ്റത്തരമാണ് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. വെറും വേസ്റ്റ്. നീ കാട്ടുതീയല്ല, നിന്നെ ഒരു മുഴുവൻ തീപ്പെട്ടി കൊണ്ട് ഒരച്ചൊരച്ചിട്ടാല് നീ ഒന്നും കത്താൻ പോകുന്നില്ല സിജോ. നീ വെറും വേസ്റ്റ് ആണ്, വെറും വേസ്റ്റ്. ഞാൻ അങ്ങനെ പറയുന്നത് ഇന്നലത്തെ ഒരു സീനിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. അല്ലെങ്കിൽ നീ വേസ്റ്റ് അല്ല, നിനക്ക് വേറൊരു പൊട്ടൻഷ്യലിന്റെ കഴിവുണ്ടെങ്കിൽ സിജോ നീ തെളിയിക്ക്, അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇനി ഞാൻ എൻ്റെ എത്രയോ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിജോയ്ക്ക് വേണ്ടി, സിജോയ്ക്ക് നീതി കിട്ടണം. അടികൊണ്ടതാണ് സിജോ. അടിച്ചവനെ എത്ര നല്ല ഗെയിമർ ആണെങ്കിലും നമ്മളന്ന് പ്രതികരിച്ച് അടിച്ചവൻ പുറത്തു പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേ അടികൊണ്ട് സിജോ ആണ് ഇന്ന് അടിച്ചവനെ തഴഞ്ഞിട്ട് അടിച്ചവളെ സപ്പോർട്ട് ചെയ്യുന്നത്. എവിടത്തെയാണ് ഇത് ഈ സാധനമൊക്കെ? സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇന്ന് ഈ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങൾ സിജോന്റെ ഫാൻസ് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് ആ ജയിലിൽ നടന്ന സംഭവം സിജോ പറയുന്ന വാക്ക് നോക്കൂ. നിന്നെ അതായത് ജിൻഡോ പറയുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, എന്നെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു പറയുമ്പോൾ ഒറ്റപ്പെടുത്തലല്ല, നിന്നെ കരയിപ്പിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ മെഴുകിച്ചിട്ടേ വിടുള്ളൂ. വിട്ടു നോക്ക് സിജോ, അപ്പൊ അറിയാം എന്താണെന്നുള്ളത്. സത്യം ഗെയിമായിട്ട് എടുക്ക്. അല്ലാതെ കണ്ടവർക്ക് വേണ്ടി ഒന്നിനും തിരിച്ചു പറയില്ല എന്നവരുടെ അടുത്ത് പോയിട്ട് മുട്ടിയിട്ട് അതിനേക്കാളും ജയിക്കും. നിനക്കൊക്കെ ഈ റോക്കി പോലെ തല്ലുകൊണ്ട് മോങ്ങാൻ എന്നെ പറ്റുള്ളൂ. അവിടെ നീ ഒന്ന് പറഞ്ഞു എനിക്ക് ആരോടും പരാതിയില്ല എന്ന്. അങ്ങനെ നിനക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിമ്പതി ഉണ്ടായി, അത്രേ നീ ചെയ്തുള്ളൂ. അല്ലാതെ നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളത് നീ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. റീ എൻട്രിയിൽ ശരിക്കും എനിക്ക് ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് സിജോന്റെ എത്ര വലിയ ആരാധകരെ കണ്ടാലും ശരി, അതിനുവേണ്ടി നിങ്ങൾ കുരു പൊട്ടിയാലും ശരി, നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിച്ചാലും ശരി, ഇന്നലെ സംഭവിച്ചത് സിജോന്റെ ഭാഗത്ത് 101% തെറ്റാണ്. കാര്യങ്ങൾ മനസ്സിലാകാതെ ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല. ഇതോടെ ഈ സിജോ എന്ന് പറയുന്ന വ്യക്തി ഒരു കണ്ടസ്റ്റന്റിനോട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മതിപ്പുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ആവും, നല്ലൊരു ഗെയിമൊക്കെ കാണുന്നുള്ളത്. പക്ഷേ ഈ പ്രതികാരമായിട്ട് വന്നാണ് അത് ഇപ്പോഴത്തെ കളിക്കുന്നതിൽ വേണം. അല്ലാതെ
ഇതേപോലെ അടി കൊണ്ട് പോയിട്ട് ഇപ്പൊ അടി കൊണ്ടവനെ തഴയുന്ന ഇപ്പൊ എന്താ പറയാ അത്രയ്ക്ക് ബോധമില്ലാണ്ടാണ് അടി കൊണ്ടപ്പോ പിരിവിട്ട് പോയി കാണും. അത്രേ എനിക്ക് പറയുള്ളൂ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.